ഹലോ, അസ്സലാമു അലൈക്കും. നമുക്ക് വെറും മെയിൻ 2 ചേരുവ വെച്ചിട്ട് നമുക്ക് അടിപൊളി വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതേപോലെ നമുക്ക് ഇതുപോലെ അരി മുരിഞ്ഞിട്ടും ഉണ്ടാക്കിയെടുക്കാം, അല്ലാണ്ട് നല്ല മുരിയാണ്ട് നല്ല സോഫ്റ്റിൽ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ അരിവൊക്കെ മുരിഞ്ഞതാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, പിന്നെ മറ്റു ഇതിലും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ്. നമുക്കിത് എത്ര നേരം വെച്ചാലും ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കപ്പോൾ തേങ്ങക്കൊക്കെ ഭയങ്കര വിലയല്ലേ. പിന്നെ വെളിച്ചെണ്ണ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കും ചെയ്യാം. ഇപ്പോൾ കണ്ടല്ലോ, ഇത് ഞാൻ അധികം മുരിപ്പിച്ചെടുക്കാണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. എനിക്കിതുപോലെ മുരിയാണ്ടാണ് ഇഷ്ടം, മക്കൾക്കൊക്കെ മുരിഞ്ഞതുമാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഇതാ കണ്ടല്ലോ, നല്ല സോഫ്റ്റാണ് കേട്ടോ നമ്മുടെ അപ്പം. അപ്പോൾ കുറഞ്ഞ ചേരുവ കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 2 കപ്പ് റേഷൻ കടയിലെ പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ കൂടുതൽ കഞ്ഞിപ്പശയുള്ള പച്ചരി ഇതിൽ എടുക്കരുത് കേട്ടോ. അങ്ങനത്തെ പച്ചരി ഉപയോഗിക്കാണ്ടിരിക്കുകയാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ഇതാ എന്താണ്, നമ്മൾ ഈ പച്ചരി നല്ലോണം കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്തെടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ബൗൾ എടുത്തിട്ട് 1 കപ്പ് അവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് മട്ട അവിലാണ് കേട്ടോ. നിങ്ങൾക്ക് വെള്ള അവിൽ വേണമെങ്കിലും എടുക്കാം, ഞാൻ ഇതാണ് എടുത്തിട്ടുള്ളത്. വെള്ള അവിലാവുമ്പോൾ നമ്മുടെ അപ്പം നല്ല വെള്ള കളർ ഉണ്ടാവും. അപ്പോൾ ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ അരിയിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ തലേ ദിവസം ഉടച്ച് വെച്ച തേങ്ങയുടെ വെള്ളം ഒരു രാത്രി വരെ പുറത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചതാണ് കേട്ടോ. ആ വെള്ളം 1 ഗ്ലാസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ അവലും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ തേങ്ങയുടെ വെള്ളം നിങ്ങൾ തേങ്ങ മുറിക്കുമ്പോൾ കളയണ്ട. ഒരു ദിവസം പുളിപ്പിച്ചതിന് ശേഷം നമുക്കത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ അപ്പം ഉണ്ടാക്കി എടുക്കുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നികന്ന് നിൽക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് 5 മണിക്കൂറെങ്കിലും നമുക്ക് ഇത് കുതിർത്തിയെടുക്കണം കേട്ടോ. കുറഞ്ഞത് ഒരു 5 മണിക്കൂർ വെക്കണം. എന്നിട്ട് നമ്മളിത് അരച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളൊരു 5 മണിക്കൂർ ആയിട്ടുണ്ട്. തലേദിവസം രാത്രിയാണ് കേട്ടോ നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതാ വെള്ളമൊക്കെ നമ്മുടെ അവിൽ കുടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അരിയൊക്കെ നല്ലോണം കുതിർന്നും വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിന്ന് പകുതി ഭാഗം നമ്മളെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മൾ പകുതി ഇട്ട് കൊടുത്തിട്ട് ഇത് അരക്കാൻ പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട, നമുക്ക് അരച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതാ നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുക്കണം കേട്ടോ. നല്ല മയത്തിൽ അരച്ചെടുക്കണം. കണ്ടല്ലോ, നല്ല മയത്തിലാണ് നമ്മളിത് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ 1 നുള്ളു ഉലുവാപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മതി, അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതൊന്നും കൂടി അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ അരി ബാക്കി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ മാവ് പൊന്തി വരുന്നത്. പിന്നെ തേങ്ങയുടെ വെള്ളത്തിൽ ഉലുവാപ്പൊടി കൂടി ചേരുമ്പോഴാണ് നമ്മൾ മാവ് പൊന്തി വരുന്നത്. അപ്പോൾ നല്ലോണം അത് പൊന്തി കിട്ടും ചെയ്യും കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മളിത് എന്താണ്, ഇതിൽ മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകി എടുത്തിട്ട് അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത് കുറച്ച് കുറുക്കത്തിലായിട്ട് എനിക്ക് തോന്നി. അപ്പം നമ്മൾ ഒരു ലേശം കൂടി വെള്ളം, ഒരു 1/4 ഗ്ലാസും കൂടി വെള്ളം നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് ലൂസിലാണ് കേട്ടോ ഇത് എടുക്കുന്നത്. എന്നാൽ നല്ല ലൂസിലും അല്ല, എന്നാൽ ദോശമാവൊന്നും കുറച്ച് ലൂസിലാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ബാറ്റർ വേണ്ടത്. കണ്ടല്ലോ, ഇതുപോലെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലോണം മിക്സാക്കി ഇനി അടച്ച് നമുക്ക് വെക്കാം. ഇനി രാവിലെ നമുക്കിത് തുറന്നെടുക്കാം. അപ്പോൾ അതാ രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പം ചുടാൻ എടുക്കുകയാണ്. കണ്ടല്ലോ, നമ്മുടെ മാവൊക്കെ നല്ലോണം പൊന്തി പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, നമ്മൾ തേങ്ങയുടെ വെള്ളവും ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ ഇത് ഇങ്ങനെ പൊന്തി വരുന്നത്. ഇനി നിങ്ങൾക്ക് ഉലുവയുടെ പൊടി ഇല്ലെങ്കിൽ ഉലുവ അരി അരക്കണതിന് മുന്നേ 1 നുള്ള് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കൂടുതലൊന്നും ഇട്ട് കൊടുക്കേണ്ട, 1 നുള്ള് ഇട്ട് കൊടുത്താൽ മതി. കണ്ടല്ലോ, നല്ല പതഞ്ഞ് പൊങ്ങിയ മാവന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളിത് എത്ര ഇളക്കിയാലും താന്നു പോകുമൊന്നുമില്ല. നമുക്കിത് അങ്ങനെ ചുട്ടെടുക്കാനും പറ്റും കേട്ടോ. ഫുള്ളും നമുക്ക് ഇതുപോലെ തന്നെ കിട്ടും ചെയ്യും.
അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ കണ്ടല്ലോ. ഇനി നമ്മൾ അപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 1.5 തവി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എടുക്കുമ്പോൾ ഇളക്കി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മേൽഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പദം മാത്രം മേലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കും ചെയ്യും. ബാക്കി അടിയിൽ നമുക്ക് ലാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതുപോലെ നല്ലതിൽ കിട്ടൂല. അതുകൊണ്ട് ഓരോന്നും എടുക്കുമ്പോഴും ഓരോന്നിനും ഒഴിച്ചു കൊടുക്കുമ്പോഴും നമ്മൾ നല്ലോണം ഇളക്കി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ കണ്ടല്ലോ, നല്ലോണം ബബിൾസ് വരുന്നുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അരികൊക്കെ നല്ല മൊരിപ്പിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് തേങ്ങയും വേണ്ട, എണ്ണ വേണ്ട, ചോറ് വേണ്ട, ഇതൊന്നും ചേർക്കാണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി വെള്ളപ്പമാണ് കേട്ടോ. കഴിക്കാനിത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ കയ്യിൽ തേങ്ങയും ചോറും ഒന്നും ഇല്ലെങ്കിൽ 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ തേങ്ങ നമ്മൾ ഉടച്ചെടുക്കുമ്പോൾ ആ വെള്ളം നമ്മൾ കളയണ്ട. അതൊരു പകൽ നമുക്ക് പുറത്ത് വെച്ചിട്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. തേങ്ങയിൽ പഞ്ചസാര ഒന്നും ഇട്ട് വെക്കണമെന്നൊന്നുമില്ല കേട്ടോ. പുളിപ്പിച്ചതിന് ശേഷം നമുക്കത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് ആവശ്യാനുസരണം നമുക്ക് ഇങ്ങനെ അപ്പം ചുടുമ്പോൾ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈസ്റ്റ് ഒന്നും ചേർക്കാണ്ട് തന്നെ നമുക്ക് ഇതുപോലെ അപ്പം ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ കപ്പി കാച്ചിട്ടും ഒന്നുമില്ല. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.